ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ ചാനലിന് എഴുതിയാലും ഇത് ഡ്രീം കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മുടെ ജോർദാൻസ് വേൾഡിലെ മീനുൻ്റെ ഹസ്ബൻഡ് അനു എനിക്ക് ചെയ്തു തന്നതാണ്. ഇത് ഡോട്ട് ഫ്രെയിംസ് ആണ് അവൻ്റെ സ്റ്റുഡിയോൻ്റെ പേര് കേട്ടോ. അപ്പോൾ അത് ചെയ്തു തന്നപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് തൊട്ട് ഇങ്ങനെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കണ്ടത് ഇങ്ങനെ ഓരോ സെക്ഷൻ വൈറ്റ് കണ്ടു, റൂബി വൈറ്റ് കണ്ടു. അപ്പോൾ റൂബി വൈറ്റ് സ്റ്റഡ് വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ റൂബി വൈറ്റിൻ്റെ ഡ്രോപ്സ് ആവാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ റൂബി ജെയ്ഡിൻ്റെ സ്റ്റഡ്, റൂബി ജെയ്ഡും പിന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഫോർമാറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ഇങ്ങനെ തന്നെയാണ്. അതായത് ആദ്യം നമ്മൾ കാണിക്കുന്ന വീഡിയോസിൻ്റെ ഫോട്ടോസ് ഇടണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അതിൻ്റെ വീഡിയോ നോക്കിയിട്ട് അപ്പോൾ ഇതിങ്ങനെയാണല്ലേ, അപ്പോൾ ഇതിങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോസിന് ശേഷം വീഡിയോസ് ഇടുന്നത്. അപ്പോൾ കുറേ പേര് കണ്ടവരിൽ കുറച്ച് പേര് എന്നോട് അഭിപ്രായം, നമ്മൾക്ക് എന്താ പറയുക, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരാണല്ലോ നമ്മളോട് നല്ലതും ചീത്തയും എടുത്ത് പറയുക. അപ്പോൾ അവർ പറഞ്ഞു ഇത് തന്നെയാണ് ആൻറ്റി നന്നായത്. അപ്പോൾ ഇത് കാണുമ്പോൾ അപ്പോൾ ഈ ഹാങ്ങിങ് എനിക്കിഷ്ടമായി, എന്നാൽ പിന്നെ ഇതിൻ്റെ വീഡിയോ കാണാമെന്ന് വെച്ചിട്ട് ആ വീഡിയോ കാണുമ്പോൾ ഇതെങ്ങനെയാണ് എന്താണ് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഇതുവരെയുള്ളത് റൂബി വൈറ്റ് ആയിരുന്നു. ഇത് റൂബിയും ജെയ്ഡും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. കെം സ്റ്റോണാണ് ആദ്യം കണ്ടത്. ഇത് നല്ലൊരു സ്റ്റോണാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല റൂബിയും ഗ്രീനുമാണ്. ഈ പറഞ്ഞ പോലെ AD സ്റ്റോണാണ് കേട്ടോ. ഇതും നല്ലതാണ്. ഇത് അധികം വലിപ്പമില്ല, പക്ഷേ നല്ല എന്താ പറയുക, പറ്റിക്കെടുക്കുന്ന ഒരു സ്റ്റഡാണ്. ഇതും അതെ, നല്ല ഭംഗിയുള്ള റൂബിയും ജെയ്ഡുമായിട്ടുള്ളത്. ഇതൊരു കുഞ്ഞ് ഡ്രോപ്സാണ് കേട്ടോ. വളരെ ഒരു എന്താ പറയുക, ഒരു ഞാത്തി മാത്രം. ഇത് മറ്റേ മൾട്ടി കളറാണ്. ഇതിൻ്റെ ബ്ലൂ ആണ് സ്റ്റോൺ കേട്ടോ. സൈഡിലുള്ളത് ബ്ലൂ ആണ്. ഇതും മൾട്ടി കളറാണ്, അതായത് ഗ്രീനും ജെയ്ഡും വൈറ്റും കൂടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, റൂബി വൈറ്റ് മാത്രം നോക്കിയപ്പോൾ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ഈ മൂന്നും കുറേശ്ശെ ആയ നിലയ്ക്ക് മൂന്നും കൂടി ഒറ്റ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് റൂബിയും വൈറ്റും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റഡും, അത് കഴിഞ്ഞ് അതിൻ്റെ ഡ്രോപ്സും. ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്നും കൃത്യമായിട്ട് ഇങ്ങനെ ഇടുന്നത് നിങ്ങൾക്കും കൂടി സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ കുറച്ച് പേര് എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ ആദ്യം നമ്മളുടെ ഒരു ബന്ധമില്ലാത്ത ഫോട്ടോസാണ് ഡ്രീം കളക്ഷൻസിൻ്റെ മറ്റേ തംബ്നെയിലിട്ടിരുന്നത്. അപ്പോൾ കുറച്ച് പേര് അഭിപ്രായം പറഞ്ഞു, ആൻറ്റി എന്ത് ഓർണമെൻറ്റ്സാണ് ഇടുന്നത് അതിൻ്റെ തംബ്നെയിലിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, അങ്ങനെയാണ് ഞാൻ തംബ്നെയിൽ ഓർണമെൻറ്റ്സിൻ്റെ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാനത് സന്തോഷമായിട്ട് സ്വീകരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി വീഡിയോസാണ്. അപ്പോൾ ഈ മയിൽ നിങ്ങൾക്കിപ്പോൾ കണ്ട് മതിയായിട്ടുണ്ടാവും. കാരണം വൈറ്റിലുണ്ട്, റൂബി വൈറ്റിലുണ്ട്, ഇതിലുണ്ട്, പിന്നെ റൂബി പ്ലെയിൻ ഉണ്ട്, എല്ലാത്തിലും ആ മയിലുണ്ട്. ഒരു 2-3 എണ്ണം ഉണ്ട് ഒരേ പാറ്റേണിലുള്ളത് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ്. ഇതെന്താ പറയുക, ഇതിപ്പോൾ നമുക്കൊരു 10 വയസ്സ് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള കുട്ടികൾക്കൊക്കെ ഇടിയിക്കാൻ പറ്റിയൊരു കമ്മലാണ്. അതിൻ്റെ മുത്തൊക്കെ നല്ല മുത്താട്ടോ, അടിയിൽ കിടക്കുന്ന ആ മുത്ത് നല്ല തരം മുത്തുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ നല്ല തരം മുത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താവുമെന്ന് വിചാരിക്കും. നമുക്ക് നല്ല മുത്തും കല്ലും ആയാൽ മാത്രമേ പ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് അത്രയും നല്ലതല്ലെങ്കിൽ അത് ഉരുകിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിരിച്ച് പറയുന്നത്. നമുക്ക് നമ്മളുടെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടും ഞാനത് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല തരം സ്റ്റോൺസാണ്. ഇത് ഫുൾ സ്റ്റോണാണ്, ലവാണ്. 2 ലവ് ഇട്ടിട്ട് അടിയിൽ റൂബിയാണ്. ഇതിൻ്റെയൊക്കെ ബാക്ക് പിരിയാണ് കേട്ടോ. സാധാരണ ഗോൾഡൻ കമ്മലിൻ്റെ പിരി വരുന്ന പോലെയാണ്. ഇതിൻ്റെ നിങ്ങൾ വൈറ്റും കണ്ടിട്ടുണ്ടാവും, റൂബിയും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റൂബിയും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്, വൈറ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ഇതൊരു ക്രിസ്റ്റലും സ്റ്റോണും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് ഒരു അരയന്നാണ് കണ്ടോ, 2 അരയന്നത്തിൻ്റെ താഴെ ഒരു റിങ്ങാണ്. ഇത് അത്ര വലിപ്പമില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ വിരലിങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ, എൻ്റെ ഈ വിരൽ വെച്ച പോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇത് എത്ര ഇറക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇത് നമ്മളുടെ പിന്നാണ്, അതായത് കാതിൽ കൂടെ ഇങ്ങനെ കൊളുത്തിയിടുന്ന തരം കമ്മലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുക. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറേ വൈഡായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല, അത് ഇങ്ങനെ ഒരു പരിധിയിൽ വിട്ട് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മളുടെ കെം സ്റ്റോണാണ്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. ഈ ഒരെണ്ണം തന്നെയുള്ളൂ, ആകെ 4-5 വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, വന്നതും പോയി. ഇപ്പം ഇത് ഈ മറ്റേ വലിയ സ്റ്റോണാണ്. ഇതും ഈ പറഞ്ഞ പോലെ പട്ട് സാരിക്കൊക്കെ ഇടാനായിട്ട് നല്ലതാണ്. ഇതും
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധികം വലിപ്പമൊന്നുമില്ല, പക്ഷേ നല്ല നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ. ഇതും ഈ പറയുന്ന ടീനേജ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പട്ടുസാരി ഉപയോഗിച്ച് ഇടുന്നവർക്ക് ചുരിദാർ ഏതിനായാലും ഉപയോഗിക്കാം. ഇപ്പോൾ പിന്നെ ഇന്ന കമ്മലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്കുള്ള ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് അപ്പം ഊരി വെക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഊരി വെച്ചാലും വേണ്ട, 2-3 മാസം കഴിഞ്ഞ് ഊരി വെച്ചാലും എപ്പോഴാണോ അതിൻ്റെ കളറ് പോയി എന്ന് തോന്നുന്നത് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേറ്റ് ചെയ്ത് തിരിച്ച് തരുന്നതായിരിക്കും കേട്ടോ. ഇതിന് പിന്നാണ്, ഇത് ശരിക്കും ബ്ലൂ ആണ് കേട്ടോ. ആ സ്റ്റോണിൻ്റെ കളറ് ബ്ലൂ ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് അത് കേട്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ പിന്നാണ് വരുന്നത്. ഇതിന് എനിക്ക് തോന്നുന്നു ഇതേ കോമ്പിനേഷനിൽ ലോക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സെറ്റായിട്ട് കണ്ടമാനം പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തതെന്ന് മാത്രം. ഇത് ഈ പറഞ്ഞ പോലെ റൂബി ജെയ്ഡും വൈറ്റും കൂടിയിട്ടുള്ള മിക്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് മാത്രമാണ് കാണിക്കണേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് നമ്മൾ വൈറ്റിലും റൂബിയിലും ഒക്കെ കണ്ടിട്ടുള്ള ഡിസൈനാണ്. അത് റൂബി വൈറ്റ് ജെയ്ഡിലാണെന്ന് മാത്രം. ഇതും അങ്ങനെ തന്നെ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ 3 പാറ്റേൺ, ഒരേ ഡിസൈനിൽ 3 പാറ്റേണിലാണ് വന്നിട്ടുള്ളത്, 3 കളറിൽ അങ്ങനെയാണത്. ഇതും അങ്ങനെ തന്നെ 2 പീസ് ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട്. 2 പീസാണ്. അതായത് മുകളിലത്തെ ഒറ്റ സ്റ്റഡായിട്ട് വേണമെങ്കിൽ ഇടാം, അത് കഴിഞ്ഞിട്ട് അടിയിലത്തെ ആ ബോർഡർ അടക്കം രണ്ടാമത് വേണമെങ്കിൽ അങ്ങനെയും ഇടാം. കണ്ടോ, 2 ടൈപ്പിൽ ഇടാവുന്ന ഒരു സ്റ്റഡാണിത് കേട്ടോ. നല്ല ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർ, അതായത് സാധാരണ പോകുമ്പോൾ ചെറിയൊരു കമ്മലും പുറത്തേക്ക് വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ വലിയ കമ്മലിടുന്നവർ ആ മറ്റേ റിങ് തിരിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സ്റ്റഡ് കയറ്റിയിടുകയും ചെയ്യാം കേട്ടോ. ഇതൊക്കെ കുഞ്ഞേ ഡ്രോപ്സുകളാണ്, കുഞ്ഞേ കുട്ടികൾക്ക് തൊട്ട് ഇടാവുന്നതാണ്. തീരെ വെയിറ്റില്ല, ഇതൊന്നും തീരെ വെയിറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഓടി നടക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അതിന് മുകളിലായാലും കുഴപ്പമില്ല, കുഞ്ഞു കുട്ടികൾക്ക് കുറച്ചും കൂടിയും ഭംഗിയുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഈ ഞാത്തിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടത്തുമ്പോൾ കാണാൻ രസമല്ലേ. സ്കൂളിലേക്ക് നമ്മൾ എപ്പോഴും സ്റ്റഡല്ലേ ഇടാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയത്. ഇത് ഒരു ലക്ഷ്മിയുടെ കമ്മലാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഈ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷനായിട്ട് ഞാൻ നാളെ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അനുവിന് താങ്ക് യു.